जय माधवा जय कुंज बिहारी जय राधा माधवा जय कुंज बिहारी जय गोपीजन वल्लभा जय गिरिवरधारी जय यशोदानंदन व्रज जनरंजन यशोदानंदन व्रज जनरंजन यमुना तीर वनचारी जय राधा माधवा जय कुंज बिहारी जय गोपीजन वल्लभा जय गिरिवरधारी जय यशोदानंदन व्रज जनरंजन यशोदानंदन व्रज जनरंजन यमुना तीर वनचारी जय राधा माधवा जय कुंज बिहारी जय राधा माधव जय राधा माधव जय राधा माधव जय राधा माधव जय राधे जय राधे जय राधे जय श्री राधे जय प्रभुपाद जय प्रभुपाद जय प्रभुपाद जय शील प्रभुपाद जय गुरुदेव जय गुरुदेव जय गुरुदेव जय श्री गुरुदेव निताय गौर हरि बोल निताय गौर हरि बोल हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे हरे श्रील प्रभुपाद की जय श्रील गुरुदेव की जय निताय गौर प्रमानंदे हरि हरि बोल हरे कृष्ण इന്നത്തെ हरे कृष्ण हरे कृष्ण മാതാജി കേൾക്കാൻ പറ്റുന്നുണ്ടോ മാതാജി കേൾക്കാം മാജി കേൾക്കാം പെട്ടെന്ന് ഇന്റർനെറ്റ് ഇതായ പോലെ തോന്നിയതുകൊണ്ട് ഹരേ കൃഷ്ണ ഇന്ന് ഒന്നാമത്തെ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 19-ാമത്തെ ശ്ലോകമാണ് പഞ്ചദശം വാമനകം കൃത്വാഗാദധ്വരം ബലേ പദത്രയം യാജമാന പ്രത്യാദിൽസു ത്രിപുഷ്ടവം പഞ്ചദശം വാമനകം കൃത്വാഗാദധ്വരം ബലേ പദത്രയം യാജമാന പ്രത്യാദിൽസു ത്രിപുഷ്ടവം. ഇവിടെ നമ്മൾ ഇന്ന് വാമനാവതാരത്തെ കുറിച്ചാണ് പറയണത്. ഇതില് ഭഗവാൻ പറയുന്നു 15-ാമത്തെ അവതാരം ഭഗവാൻ ഒരു ഉള്ള ബ്രാഹ്മണ രൂപമാണ് എടുത്തതെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ വേർഡ് മീനിങ് നോക്കാം. പഞ്ചദശം ശ്രോണിയിലെ 15-ാമത്തെ വാമനകം വാമനൻ ഉള്ള ബ്രാഹ്മണൻ കൃത്വ ധാരണയാൽ അകാൽ ചെന്നു അധ്വരം യാഗവേദിയിൽ ബലിരാജാവിന്റെ പാദത്രയം 3 അടി മാത്രം യാജമാനഹ യാചിച്ചു പ്രത്യാദിൽസു തിരികെ നൽകാൻ മനസ്സിൽ ആഗ്രഹിക്കുന്നു ത്രിപിഷ്ടവം 3 ഗ്രഹസമൂഹങ്ങളിലെയും അധികാരം ത്രിലോക ആധിപത്യം. ഓം ജ്ഞാനതിമിരാന്തസ്യാഞ്ജനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതമേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം വന്ദേഹം ശ്രീഗുരോ ശ്രീയുതാപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്യതം തം സജീവം സാദീതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാൻ ശ്രീ വിശാഖാന്വിതാൻ ച
ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനി നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. എല്ലാ ശിക്ഷാഗുരുക്കന്മാരുടെയും ദീക്ഷാഗുരുവിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാ വൈഷ്ണവരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നോക്കാം. ഇതിന്റെ വിവർത്തനം ഭാവാർത്ഥം ശീല പ്രഭുപാദിക്ക് ജയ്. 15ാം അവതാരത്തിൽ ഭഗവാൻ ഒരു കുള്ള ബ്രാഹ്മണ രൂപം സ്വീകരിക്കുകയും വാമനൻ ബലി മഹാരാജാവിനാൽ സജ്ജീകരിക്കപ്പെട്ട യാഗവേദി സന്ദർശിക്കുകയും ചെയ്തു. ഭഗവാന്റെ മനസ്സിൽ ത്രിലോകങ്ങളും പുനരാർജിക്കുക എന്ന ഇച്ഛ ഉണ്ടായെങ്കിലും അദ്ദേഹം 3 അടി മണ്ണ് മാത്രം ദാനം ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഭാവാർത്ഥം ചെറിയ പരിശ്രമത്തിലൂടെ എളിയൊരു തുടക്കത്തിൽ ഏർപ്പെടുന്ന ഏതൊരാൾക്കും പ്രപഞ്ച സാമ്രാജ്യം ഒന്നടങ്കം സമ്മാനിക്കുവാൻ ഭഗവാന് സാധിക്കും. അപ്പൊ ഇവിടെ നമ്മള് ബ്രാഹ്മണനായിട്ടുള്ള അവതാരത്തിനെ പറ്റിയാണ് പറയുന്നത്. അതായത് വാമന അവതാരം ഭഗവാൻ ഇവിടെ 15ാമത്തെ അവതാരമായിട്ടാണ് പറയുന്നത്. ഈ 15ാമത്തെ അവതാരത്തില് ബ്രാഹ്മണനായിട്ട്, അതായത് ഒരു കുള്ള ബ്രാഹ്മണ വേഷത്തില് ഭഗവാൻ ബലിയുടെ യാഗശാലയില് പ്രവേശിച്ചു. എന്നിട്ട് എന്താ പറയണത്? ഭഗവാൻ 3 അടി മണ്ണ് ഭഗവാന് ത്രൈലോക്യങ്ങളും വേണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിലും ഭഗവാൻ അതിനെ 3 അടി മണ്ണായിട്ട് റെപ്രസെന്റ് ചെയ്തു. ഇപ്പോ നമ്മള് ഭഗവാന് മാല ചാർത്ത, ചന്ദനം ചാർത്ത എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിലുള്ള ചന്ദനം പൊട്ട് തൊടിക്കുക, അല്ലെങ്കിൽ ഒരു പൂ വയ്ക്കുക, ഇതൊക്കെ അതൊരു റെപ്രസെന്റേഷൻ ആണ്. നമ്മൾ ചന്ദനം ചാർത്തിയതായിട്ട് മാല കെട്ടി ഭഗവാനെ ചാർത്തിയതിന്റെ ഒക്കെ ഒരു റെപ്രസെന്റേഷൻ പോലെ ഈ കണ്ട ത്രൈലോക്യങ്ങളെ മുഴുവനും ഭഗവാന്റെ തന്നെയാണ്. എന്നാൽ അത് ബലി മഹാരാജാവിൽ നിന്ന് വാങ്ങുന്നതിനായിട്ട് ഭഗവാൻ ഒരു കുട്ടി ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്നിട്ട് 3 അടി മണ്ണ് ആവശ്യപ്പെട്ടു. അപ്പൊ ഭഗവാൻ ഈ 3 അടി മണ്ണ് ആവശ്യപ്പെടാനുള്ള കാരണം നമുക്കറിയാം. ബലി മഹാരാജാവ് എന്ന് പറയുന്നത് കൂർമാവതാരത്തില് നമുക്കറിയുന്നുണ്ട്. കൂർമാവതാരത്തില് എന്താ പറയാ, ഇവിടെ പാലാഴി മഥനം നടന്നതും ബലി മഹാരാജാവ് അതില് അതായത് മരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു ശുക്രാചാര്യര്. അപ്പൊ നമ്മളിവിടെ വാമനാവതാരം എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ബലി മഹാരാജാവിനെ പറ്റിയാണ്. അപ്പൊ ശുക്രാചാര്യർ എന്ത് ചെയ്തു? ശുക്രാചാര്യർക്ക് മൃഗസഞ്ജീവിനി എന്നുള്ള മന്ത്രം അറിയാം. അദ്ദേഹത്തിന് ബലി മഹാരാജാവിനെ ജീവിതം കൊടുത്തു. അങ്ങനെ ജീവിതം കൊടുത്തപ്പോ ശുക്രാചാര്യർ, അതായത് ഭൃഗുവിന്റെ ബ്രാഹ്മണന്മാരെന്നാ പറയാ. അപ്പൊ അങ്ങനെയുള്ള ആ ബ്രാഹ്മണന്മാർക്ക് ബലിയെ ഭയങ്കര ഇഷ്ടമാണ്. ആ തേജസ്സും ഇതെല്ലാം കണ്ടിട്ട് അവര് പലതരത്തിലും ബലിക്ക് വേണ്ട എല്ലാ യജ്ഞങ്ങൾക്കും എല്ലാത്തിനും വേണ്ടിയിട്ട് അവര് അനുഗ്രഹിക്കണം. അങ്ങനെ എല്ലാ യജ്ഞങ്ങളും ചെയ്ത് ബലി എന്ത് ചെയ്തെന്ന് വെച്ചാല് അദ്ദേഹം എല്ലാ ഐശ്വര്യങ്ങളും, അത്രയും ത്രിലോകത്തിൽ പോലും അദ്ദേഹത്തിനേക്കാൾ ഐശ്വര്യമുള്ള ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാവർക്കും സാധാരണ വരുന്ന ഒരു ആഗ്രഹം പോലെ തന്നെ അദ്ദേഹം നേരെ പോയിട്ട് ഇന്ദ്രപദവി, അതാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അപ്പൊ ഇന്ദ്രപദവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇല്ലാത്ത അത്രയും സ്വർഗം, അത്രയും അധിപനാണ് ഇന്ദ്രൻ. അപ്പൊ എല്ലാ ഗുണങ്ങളും എല്ലാ തരത്തിലുള്ള സന്തോഷവും അവിടെ ഉണ്ട്. അപ്പൊ ഇന്ദ്രനെ തോൽപ്പിക്കാനായിട്ട് എന്ന് പറഞ്ഞ ബലി ഇവിടുന്ന് ചെല്ലുമ്പോ ബൃഹസ്പതിയാണല്ലോ ഇന്ദ്രന്റെ ഗുരു. അപ്പൊ ബൃഹസ്പതിയോട് ചെന്ന് ചോദിക്കുമ്പോ പറയും, ഇപ്പോൾ നമുക്ക് ബലിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ബലി അത്രയും ശക്തനാണ്. അപ്പൊ ഈ സമയത്ത് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു രൂപം എടുത്തിട്ട് ഇവിടുന്ന് മാറി നിന്നോളൂ എന്ന് പറയാണ്. അപ്പോ നമ്മളിവിടെ പറഞ്ഞു തരുന്ന എന്താന്ന് വെച്ചാല്, നമ്മളുടെ ഓരോരുത്തർക്കും ഓരോ സമയം എന്ന് നമ്മൾ പറയും. കാലവും ഭഗവാനാണ്. കാലത്തിനനുസരിച്ചല്ലാണ്ട് നമ്മുടെ ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ട് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാലത്തിന്റെ ഇച്ഛ എന്താണോ ആ സമയത്ത് ചിലപ്പോൾ ബലവാൻ ദുർബലനായിട്ടും ദുർബലൻ ബലവാനായിട്ടും മാറും.
ഇവിടെ അസുരൻ എന്ന് പറയുമ്പോൾ ബലി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, പ്രഹ്ലാദ മഹാരാജാവിന്റെ, പ്രഹ്ലാദൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അത്രയും വലിയൊരു ഭക്തനാണ്. ജനിച്ച കുട്ടി തൊട്ടേ ഭക്തനായിട്ട് വളർന്നിട്ടുള്ള ആളാണ്. ആ പ്രഹ്ലാദന്റെ കൊച്ചുമോനാണ് ഈ ബലി, മഹാരാജാവ് ബലിയായിട്ടിരിക്കുന്നത്. അപ്പോ അത്രയും പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ്, ഭക്തനായിട്ടുള്ള കുടുംബത്തിൽ നിന്ന്, പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഭക്തനായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ബലി മഹാരാജാവാണ് ഇവിടെ എന്താ പറയുന്നത്, ഇന്ദ്രനായിട്ട് ഏറ്റുമുട്ടാനായിട്ട് വരുന്നത്. അതായത് എത്ര വലിയ ഭക്തൻ എന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിലെ അഹം, ആ ആസുരിക ഭാവം, നമ്മൾക്ക് ശക്തി, അതായത് നമുക്കൊരു പദവി എല്ലാം കിട്ടുമ്പോഴായിരിക്കും ചിലപ്പോൾ പുറത്തേക്ക് വരിക. അതുവരെയൊക്കെ വളരെ സൽസ്വഭാവിയും വളരെ നന്നായിട്ടൊക്കെ ചിലപ്പോൾ നിൽക്കുന്നുണ്ടാവും. നമ്മൾക്ക് തോന്നും ഇത്രയും നല്ലൊരാളില്ല, ഞാൻ ഇങ്ങനത്തെ ഒരാളെ കണ്ടിട്ടില്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ആ സമയം, സന്ദർഭം, നമ്മൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ പണിക്ക് നിൽക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ നമ്മളെ കണ്ടിട്ടുള്ള വളരെ താഴ്ന്ന വീട്ടിലെ കുട്ടിയൊക്കെ ആയിരിക്കാം. പക്ഷെ സാഹചര്യം കൊണ്ട് അവന് ചിലപ്പോ പലരുടെയും കാരുണ്യം കൊണ്ടായിരിക്കും വന്നിട്ടുണ്ടെങ്കിലും ആ പദവി എന്ന് പറയുന്നത് കിട്ടിയാൽ ആ ആളാകെ അങ്ങോട്ട് മാറും. അത് തന്നെയാണ് ഇവിടെ ബലി മഹാരാജന് പറ്റിയത്. ബലി മഹാരാജ് ബ്രാഹ്മണന്മാരുടെ ഐശ്വര്യമാണ് ബലി മഹാരാജന് കിട്ടിയത്. അപ്പൊ എല്ലാ ഗുരുക്കന്മാരുടെയും നിശ്ചയപ്രസാദ ഭഗവത് പ്രസാദ, ഭഗവാന്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭഗവാൻ പ്രസാദിച്ചു അല്ലെ. ഗുരുവിന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഭഗവാന് പോലും അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്രയും ഗുരുക്കന്മാരുടെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ഒരാളായിരുന്നു ബലി. അപ്പൊ ആ ബലി അങ്ങനെ ഇന്ദ്രന്റെ പദവി എടുക്കുകയാണ്. അപ്പൊ ഇന്ദ്രന്റെ പദവി എടുക്കുമ്പോ ആരാണ് ഇവര് പറയും, ബ്രാഹ്മണന്മാര് പറയും, അതായത് ഏതൊരു പദവിക്കും നമുക്ക് ഒരു ക്വാളിഫിക്കേഷൻ ആവശ്യമാണ്. ഇപ്പൊ കളക്ടർ ആവണമെങ്കിൽ IAS എഴുതിയിരിക്കണം, അത് പാസ്സായിരിക്കണം. അല്ലാണ്ട് വെറുതെ ഒരാൾക്ക് പോയിട്ട് എനിക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞാൽ അയാള് IAS കളക്ടർ ആവാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് ഒരു ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിലും അല്ലേ. അപ്പൊ അതേപോലെ തന്നെ ബലിയോട് ബ്രാഹ്മണന്മാര് പറയും, ബലി അവർക്ക് ഇഷ്ടമാണല്ലോ, ബലി മഹാരാജനോട് വന്നിട്ട് ബ്രാഹ്മണന്മാര് പറയും, ഇന്ദ്രനൊക്കെ ആയിന്നുണ്ടെങ്കിലും അതിന് കുറെ യാഗങ്ങൾ നടത്തും. കാരണം ഇന്ദ്രൻ അത്രയധികം യാഗങ്ങളെല്ലാം നടത്തിയത് കൊണ്ടാണ് ഇവിടെ വന്നിട്ട് യജ്ഞൈസ വിഷ്ണു എന്നാ പറയാ അല്ലെ. നമ്മള് എത്ര യജ്ഞങ്ങൾ ചെയ്യുന്നത് അതെല്ലാം ഭഗവാന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത്രയും വലിയ ആണെങ്കിൽ മാത്രമേ ആ ഒരു പദവി അലങ്കരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ ബലി മഹാരാജാവ് എന്ത് ചെയ്യും, നർമ്മദാ നദീ തീരത്ത്, അപ്പൊ നർമ്മദ ഇന്ന് നമുക്കറിയാം എവിടെയാണ്, ഗുജറാത്ത് ആ സൈഡിലാണ് നർമ്മദ വരിക. ആ നർമ്മദാ നദീ തീരത്ത് ഭൃഗുച്ഛകം എന്ന ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഈ യജ്ഞം ആരംഭിക്കുന്നത്. അപ്പൊ ഈ യജ്ഞത്തില് എല്ലാ ബ്രാഹ്മണന്മാരും എല്ലാവരും സന്തുഷ്ടരാണ്. ആ യജ്ഞം കഴിഞ്ഞാൽ പിന്നെ ബലിയെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോ ഇതിന്റെ സൈഡിൽ ഇപ്പുറത്ത് എന്തുണ്ടായി, ഇന്ദ്രൻ എല്ലാവരും ഓടിപ്പോയില്ലോ. ഇന്ദ്രനെല്ലാം ഓടിപ്പോയപ്പോ ഇന്ദ്രന്റെ അമ്മയായിരുന്നു അദിതി കശ്യപന്, അതായത് ദക്ഷന്റെ 13 മക്കള് കല്യാണം കഴിക്കുന്നത് കശ്യപനാണ്. അതിൽ തന്നെയുള്ള ദിതിയിലെ പുത്രനാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും. ആ ഹിരണ്യകശിപുവിന്റെ മകനായിരുന്നു പ്രഹ്ലാദൻ. അപ്പോ അങ്ങനെ ദിതിയും അതിഥിയും ചേട്ടനും ചേച്ചിയും അനീതിയാണ്. അപ്പൊ ആ അതിഥി ആകെ വിഷമത്തിൽ ഇരിക്കുന്ന കാണുമ്പോ കശ്യപൻ ചോദിക്കും, എന്താണ് പ്രശ്നം, എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ പറയാണ്, എന്റെ മക്കളെല്ലാവരും ഒളിവിലാണ്. അപ്പൊ ദേവന്മാരുടെ അമ്മയാണ് അതിഥി. എന്റെ മക്കളെല്ലാവരും പേടിച്ച് മാറി നിൽക്കാണ്, എനിക്ക് അവരെ കാണാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാ സുഖങ്ങളും എല്ലാ സന്തോഷവും അവരായിരുന്നു എനിക്ക് തന്നത്, ഇപ്പൊ അവരില്ലാണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോ കശ്യപൻ പറയും, ശരി എന്നാ നമുക്ക് വാസുദേവനെ തന്നെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അമ്മ അതിഥി ദേവി വാസുദേവനെ പ്രാർത്ഥിക്കുകയാണ്. ആ വാസുദേവനെ പ്രാർത്ഥിക്കുമ്പോ എന്താ ഉണ്ടാവണ, ആ പ്രഭു ഭഗവാന് നമ്മള് പ്രാർത്ഥിക്കുമ്പോ ശ്രാവണ ദ്വാദശി, തിരുവോണം നാളില്, നമുക്കറിയാം ഇപ്പൊ ഓണം വരെയാണ്. അപ്പൊ തിരുവോണം നാളില് ശ്രാവണ ദ്വാദശിയുടെ അന്നാണ് ഒരു അഭിജിത്ത് എന്ന ശുഭമുഹൂർത്തം. ഈ അഭിജിത്തിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പുറത്തുള്ള നാളും അല്ല അപ്പുറത്തുള്ള നാളും ആയിരിക്കില്ല, അതിന്റെ ഇടയിൽ ഒരു ശുഭമുഹൂർത്തം ഉണ്ടാവും. ആ മുഹൂർത്തത്തിലാണ് ആരാണ് വാമനദേവൻ അവതരിക്കാൻ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഭഗവാൻ എന്തിനാണ് അവതരിക്കുന്നത്, ധർമ്മത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ധർമ്മം, ദേവന്മാരെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. എല്ലാവരും അസുരന്മാരങ്ങനെയല്ല. അസുരന്മാരെ ചെറിയതായിട്ടുള്ള അവരുടെ ഐശ്വര്യം കണ്ടാൽ തന്നെ അവരുടെ വിചാരം അവരാണ് എല്ലാ ഐശ്വര്യത്തിന്റെ നാഥൻ, അല്ലെങ്കിൽ അവരുടെ ശക്തി കൊണ്ടാണ്. ഇപ്പൊ നമുക്കറിയാം ഇവിടെ ഇപ്പൊ അസുര കൂടലാണ് അല്ലെ.
അങ്ങനെയുള്ള ആ ഒരു ചിന്തയുള്ളവരാണ്. പക്ഷെ ദേവന്മാർക്കും അഹങ്കാരം വരും. അതുകൊണ്ടാണ് പാലാഴിമദനം വരേണ്ട വന്നത്. അറിയാണ്ടാണെങ്കിലും പാലാഴിമദനത്തിന് കാരണം വന്നത് അവരുടെ ആ ഐശ്വര്യം ക്ഷയിച്ചപ്പോഴാണ്. അപ്പോ അതേപോലെ ഇവിടെ ദേവന്മാർക്ക് വേണ്ടി അതിഥിയുടെ പ്രാർത്ഥനയില് ഭഗവാൻ അവതരിക്കുകയാണ്. അപ്പം ഭഗവാൻ ഇവിടുത്തെ അവതാരം എങ്ങനെയായിരുന്നു ഭഗവാൻ ഇതേപോലെ തന്നെ നമ്മളൊക്കെ അറിയാം. നമ്മുടെ എന്താണ് കൃഷ്ണാവതാരത്തിലും ഭഗവാൻ ശംഖചക്ര ഗദാ പത്മത്തോടു കൂടെ തന്നെ ദേവകി മാതാവിന് ഇത് കൊടുക്കുന്നുണ്ട്, ദർശനം കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ മഞ്ചം പട്ടെല്ലാം എടുത്ത് ശ്യാമസുന്ദരൻ, ഒരു എന്താ പറയാ, നിർമ്മല ശ്യാമ വർണ്ണം എന്നാ ഭഗവാന്റെ വർണ്ണത്തിന് പറയണേ. അത്രയും ഭംഗിയുള്ള ഒരു തരം കളറാണ് ഭഗവാന്റെ. അപ്പൊ ആ ഒരു കളറില് മഞ്ഞപ്പട്ടെല്ലാം ഉടുത്ത് ആടയാഭരണങ്ങളും കൗസ്തുഭമണിയും പിന്നെന്താ ശംഖചക്ര ഗദാ പത്മത്തോടു കൂടെ വനമാല, ഭഗവാൻ എപ്പോഴും വനമാല മുട്ടോളം ഇറങ്ങി കിടക്കും ഭഗവാന്റെ വനമാല. ഏതെല്ലാം പൂക്കളാണോ ഉള്ളത് ആ പൂക്കളെല്ലാം കോർത്തിട്ടുള്ള ഒരു വനമാല ഭഗവാൻ ഇടും. അപ്പൊ ഈ വനമാലയും ഇതെല്ലാം കൂടെ ആയിട്ട് കുണ്ടലങ്ങളെല്ലാം, മകരകുണ്ടലങ്ങള്, കൗസ്തുഭമണി, ഇതൊക്കെയാണ് ഭഗവാന്റെ പ്രത്യേകമായിട്ടുള്ള ആഭരണങ്ങളായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതെല്ലാം ഇട്ടിട്ട് പിന്നെ അരയില് സ്വർണ്ണ ഇത് എന്താ പറയാ പട്ട, ഇതുപോലെ സ്വർണ്ണ കിരീടം, ഇതെല്ലാം വെച്ചിട്ട് ഭഗവാൻ അവർക്ക് ദർശനം കൊടുക്കും. ദർശനം കൊടുക്കുമ്പോ കശ്യപനും അതിഥിക്കും ഭയങ്കര സന്തോഷാവാണ്. കാരണം ഭഗവാൻ അവതരിച്ചാൽ ഇനി പേടിക്കാനില്ലല്ലോ. ഭഗവാന്റെ അവതാരത്തോടു കൂടെ അവർക്കറിയാം ഇനി അവരുടെ മക്കളെല്ലാവരും രക്ഷപ്പെട്ടു എന്ന്. അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് അവർക്ക് ദർശനം കൊടുത്തു കഴിഞ്ഞ് ഭഗവാൻ തിരിച്ച് ആ പടു അവതാരം, അതായത് വാമന ചെറിയ കുള്ളന്റെ രൂപത്തില്, എന്നാലും ഭയങ്കര തേജസ്സുള്ള ശരീരം. പിന്നെ ഭഗവാനാവുമ്പോ തേജസ് ഉണ്ടാവും. ആ തേജസ്സുള്ള ആ ശരീരത്തോടുകൂടെ ഭഗവാൻ അവതരിച്ചു. അപ്പൊ ഭഗവാന്റെ ആ രൂപം കണ്ടപ്പോ എല്ലാവർക്കും ഭയങ്കര സന്തോഷവും സ്നേഹവും തോന്നാണ്. കാരണം ആ കുട്ടിയുടെ ആ ഒരു ഭംഗിയെ പറ്റി അവർക്ക്, അല്ലെങ്കിൽ കുട്ടിയുടെ ആ ഐശ്വര്യത്തിനെ പറ്റി എങ്ങനെയാ വർണ്ണിക്കേണ്ടതെന്ന് പോലും ദേവന്മാർക്ക് അറിയില്ല. അത്രയും സുന്ദരനായിട്ട് 15ാമത്തെ അവതാരമായിട്ടാണ് ഭഗവാൻ ഭാഗവതത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ആ 15ാമത്തെ അവതാരമായിട്ട് ഭഗവാൻ അവതരിച്ചപ്പോ ജയദേവ ഗോസ്വാമികൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ചലയസി വിക്രമണേ ബലിമദ്ഭുത വാമന. അവിടെ ചലയസി എന്നുള്ള ഒരു വാക്ക് ഉദ്ദേശിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത്ഭുത വാമന എന്നാ പറയുന്നത്. ബലി അത്ഭുത വാമന. അപ്പൊ ഈ വാമനൻ തന്നെ എന്തിനാ അങ്ങനെ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 അടി മണ്ണ് ചോദിക്കുമ്പോ ചെറിയ കുട്ടിയാണ്, അത് കഴിഞ്ഞ അങ്ങോട്ട് ആകാരം അങ്ങോട്ട് വളരെ വലുതാവാണ് അല്ലെ. അപ്പൊ ആ ചലയസി, അതായത് എവിടെയാണ് ഭഗവാൻ നിൽക്കണതെന്ന് പറയാൻ പറ്റുന്നില്ല. എന്നിട്ട് പിന്നെ പറയണു പഥനക നീരജനിത ജനപാവന. പദനഖം, അതാ ഭഗവാന്റെ നഖം കൊണ്ടിട്ടാണ് ഗംഗാദേവി അല്ലെ ഭഗവാന്റെ പാദങ്ങളെ കഴുകിയിട്ട്, കമണ്ഡലുവിന് ബ്രഹ്മദേവൻ കഴുകിയിട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ പറയും കാരണോദക ശായി വിഷ്ണുവിന്റെ അവിടെ വരെ പാദത്തിൽ നിന്നുള്ള ആ ഒരു സുഷിരം വരെയെന്നും അവിടെ നിന്നാണ് ജലം ഒഴുകി ഗംഗയായിട്ട് വന്നതും. ആ ഗംഗ ആരാണ് ശിരസിൽ ധരിച്ചത്? മഹാദേവൻ. അപ്പോ ആ ഗംഗ വാമന രൂപം ധരിച്ച കേശവ ജഗദീശ്വര എന്നാണ് ജയദേവ ഗോസ്വാമികൾ പറയണേ. ജയിച്ചാലും ത്രൈലോക്യങ്ങളും അടക്കി ഭരിക്കുന്ന മഹാബലിയിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടി ഭഗവാൻ വീണ്ടെടുക്കാനാണ്? ഈ ത്രൈലോക്യങ്ങളും വീണ്ടെടുക്കാൻ വേണ്ടി. കാരണം എല്ലാം അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ മഹാബലി. ആ ത്രൈലോക്യങ്ങളും വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് വാമനനായിട്ട് അങ്ങ് അവതരിച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? മഹാബലിയുടെ യജ്ഞശാലയിൽ ചെന്നിട്ട് 3 അടി മണ്ണ്, വളരെ ചെറിയ കുട്ടി 3 അടി മണ്ണ് ചോദിച്ചപ്പോ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആളുടെ രൂപത്തിലല്ല കാര്യം, ആളുടെ കഴിവിലാണ് കാര്യം. ഇപ്പൊ ഒരു കൊച്ചു കുട്ടിയാണെങ്കിലും ആ കുട്ടിക്ക് എത്ര കഴിവുണ്ട്, നമ്മളൊരു കുട്ടിയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കരുത്. ആ കുട്ടിക്കും അത്രയും കഴിവുണ്ട്. വലിയ ആകാരം ഉണ്ടായെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ അപ്പോ ആ കുട്ടി എന്തൊക്കെയാണ്, കയ്യില് കമണ്ടലും ഉണ്ട്. അതെല്ലാം ഓരോ ദേവന്മാര് കൊടുത്തതാണ്. അത് പറയണ്ട്. അതായത് സൂര്യദേവൻ തന്നെയാണ് ഈ കുട്ടിക്ക് ഗായത്രി മന്ത്രം ഉപദേശിച്ചു കൊടുത്തത്. അപ്പൊ സൂര്യദേവൻ ഗായത്രി കൊടുത്തു. പിന്നെ ഭഗവാനിൽ നിന്നെല്ലാം വന്നിട്ട് തിരിച്ചു അവരെല്ലാവരും ഭഗവാന് ആ സമയത്തിന് വേണ്ടി ചെയ്യണു, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ പറയുന്നുണ്ട് ചന്ദ്രൻ ദണ്ഡു കൊടുത്തു, അതിഥി കൗബീനം കൊടുത്തു, ബ്രഹ്മാവ് കമണ്ടലു കൊടുത്തു, ബ്രഹ്മദേവൻ ബൃഹസ്പതിയാണല്ലോ ആചാര്യൻ ദേവന്മാരുടെ, അദ്ദേഹമാണ് ഉപനയനം പൂണൂല് ധരിപ്പിച്ചത്.
എന്നിട്ട് അച്ഛൻ കശ്യപൻ മേഖല ബന്ധിച്ചു, ഭൂമിദേവി കൃഷ്ണാജിനവും കൊടുത്തു എന്നാണ് പറയണത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പാർവതി ദേവി അന്നം ഭിക്ഷാപാത്രവും കൊടുത്തു. അപ്പൊ ശരിക്കും ഒരു ഒരു ബ്രാഹ്മണൻ, ഒരു ഭിക്ഷ എടുക്കാൻ പറ്റിയ ഒരു രൂപത്തിലെ ഒരു സന്യാസി ബ്രാഹ്മണന്റെ രൂപത്തിലേക്കായി ഭഗവാൻ, അതൊരു ചെറിയ കുട്ടിയായിട്ട്. എന്നിട്ട് എന്ത് ചെയ്തു? ആ രൂപം മുഴുവൻ എടുത്തിട്ട് മഹാബലിയുടെ യാഗശാലയിൽ ചെന്നിട്ട്, അപ്പൊ ഈ യാഗശാലയിലേക്ക് വരുമ്പോ തന്നെ മഹാബലി ചോദിക്കുകയാണ്, ഇത് ഏതാ ഈ കുട്ടി, എന്തോ ഒരു സൗന്ദര്യ കാണാനായിട്ട്. ഈ സനൽകുമാരന്മാര്, അവർക്കറിയാലേ, എല്ലാവരും സനൽകുമാരന്മാര് ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ കുട്ടികളാണ്. അപ്പൊ ഇതുപോലെ സനൽകുമാരന്മാരിൽ ആരെങ്കിലും ഒരാളാണ് ഈ വരുന്നത്. കാരണം അത്രയും സൗന്ദര്യം, അത്രയും എന്താ പറയാ, തേജസ് എടുത്തിട്ട് ആ കുട്ടി വന്നിട്ട് എന്താ ചെയ്തത്? ജയദേവ ഗോസ്വാമികൾ പറയണു, 3 അടി സ്ഥലം ചോദിച്ചിട്ട് മഹാബലി സ്വന്തം ശിരസ് വരെ കാണിച്ചു കൊടുക്കേണ്ട വന്നു. എന്നിട്ട് ആ തൃപ്പാദങ്ങള് ഭഗവാൻ ആ മഹാബലിയുടെ ശിരസിൽ വച്ചു കൊടുത്തു എന്നാ പറയുന്നത്. എന്നിട്ട് അങ്ങനെ വിശ്വരൂപം ധരിച്ച ആ പാദം ബ്രഹ്മാവ് കമണ്ഡലുവിലെ ജലം കൊണ്ട് കഴുകി. അപ്പൊ ഭഗവാന്റെ പാദങ്ങളെ പറ്റി നമുക്ക് അറിയാം. ആ പാദങ്ങളിലാണ് എല്ലാ ഭക്തന്മാരുടെയും ആശ്രയം. ആ പാദത്തിൽ നിന്നാണ് ഗംഗാജലം ഒഴുകി വരുന്നത്. ആ പാദം ഭഗവാൻ ബലി മഹാരാജാവിന് കൊടുത്ത പോലെ തന്നെ കൃഷ്ണാവതാരത്തില് ഭഗവാൻ അത് എവിടെയാ വയ്ക്കുന്നത്? കാളിയന്. 1000 ഭണങ്ങളുള്ള കാളിയന്റെ ഓരോ ശിരസിലും ചവിട്ടിയാണ് ഭഗവാൻ ആ കാളിയന്റെ അഹങ്കാരം ശമിപ്പിക്കുന്നത്. അപ്പൊ കാളിയന്റെ ഭക്തിമാര് ചോദിക്കുന്നുണ്ട്, ഇത്രയും, അതായത് ഒരു സർപ്പത്തിന്റെ ജന്മം കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ശാപം. അത്രയും ക്രൂരനാണെങ്കിൽ മാത്രമാണ് ഒരാൾക്ക് സർപ്പജന്മം കിട്ടുക എന്നാ പറയണത്. അങ്ങനെ സർപ്പജന്മം കിട്ടിയപ്പോ തന്നെ ക്രൂരനാണ്, അല്ലെങ്കിൽ അത്രയും ദ്രോഹിയാണെന്ന് അറിഞ്ഞിട്ടും ഈ ഏത് ജന്മത്തെ പുണ്യമാണോ ഈ ഈ കാളിയന് ഭഗവാന്റെ തൃപ്പാദങ്ങള് ശിരസിൽ അണിയാനുള്ള ഭാഗ്യം കിട്ടിയതെന്ന് നാഗഭഗ്നിമാര് ഭഗവാനെ സ്തുതിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്. അവർക്കറിയാം സ്വയം അവരുടെ ഭർത്താവ് തെറ്റ് ചെയ്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിലും ആ അത്രയും ദുഷ്ടത ചെയ്തിട്ടുള്ള ആ കാളിയനെ പോലും ഭഗവാൻ അനുഗ്രഹിച്ചു. എങ്ങനെയാണ് അനുഗ്രഹിച്ചത്? പാദങ്ങളെ ശിരസിൽ വെച്ചിട്ട്. അപ്പൊ ഓരോ പാദങ്ങളും ഓരോ ഇതിലും എന്താ പറയാ, പത്തിയിലും ഭഗവാന്റെ പാദങ്ങൾ വെച്ച് ഭഗവാൻ അങ്ങനെ ആ കാളിയനുള്ള പുണ്യം കൊടുത്ത പോലെ തന്നെ ഇവിടെ ബലി മഹാരാജാവിനും ആ ഭഗവാൻ ആ ഒരു പുണ്യം കൊടുക്കുകയാണ്. അപ്പൊ അതിനു മുമ്പ് ബലി മഹാരാജാവിന്റെ ആരാണ്? ഗുരുവുണ്ട്, ശുക്രാചാര്യര് വന്നിട്ട് ഈ കുട്ടിയുടെ വേഷഭൂഷണങ്ങൾ 3 അടി മണ്ണും ചോദിച്ചപ്പോ ശുക്രാചാര്യർക്ക് സംഗതി പിടിയിട്ട് ശുക്രാചാര്യർ എന്ത് പറഞ്ഞു? വേണ്ട, ഇവിടെ നിർത്തിക്കൊള്ളൂ, ദാനം കൊടുക്കണ്ട. ദാനം കൊടുത്താല് ഇത് ശരിയാവില്ല, എല്ലാം നഷ്ടപ്പെടും. കാരണം ഇതെന്താണ്? സാക്ഷാൽ മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണു വന്നിട്ടുണ്ടെങ്കിൽ ഭഗവാനെ നമുക്കറിയാല്ലേ, ഭഗവാനെ സേവിച്ചാൽ മാത്രമേ ഉള്ളൂ ഭഗവാൻ നമ്മളെല്ലാം ഉപേക്ഷിക്കും. നമ്മുടെ ബന്ധുക്കളും നമ്മുടെ ഐശ്വര്യവും ഒക്കെ പോയിട്ടായിരിക്കും ഒരു പക്ഷെ ഭഗവാനെ നമുക്ക് കിട്ടുക. എല്ലാം അത് കഴിഞ്ഞിട്ട് ഭഗവാൻ എല്ലാം തരും. അതേസമയം നമ്മള് ദേവന്മാരെയാണ് ഭജിക്കുന്നതെന്നുണ്ടെങ്കിൽ ദേവന്മാർ നമുക്ക് ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും തരും. ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാന്റെ ഭക്തൻ പരിശുദ്ധമാവണ വരെ ഭഗവാൻ നമ്മളെ പെടാപ്പാട് പിടിക്കും. നമ്മൾ അറിയില്ല നമ്മൾ എങ്ങനെയാണ് മായയെ പോയി കൊടുക്കണേന്ന്. നമുക്ക് തോന്നും നമ്മളെല്ലാത്തിനും വിട്ടു, എല്ലാം ഭഗവാന്റെ സേവ മാത്രം ചെയ്യണു, ഭഗവാന്റെ കാര്യങ്ങൾ മാത്രം ചെയ്യണു. അത് മതി. അതും ഒരു തരത്തിലുള്ള അഹങ്കാരമാണ്. നമുക്കറിയാം 3 തരത്തിലും നമ്മളെ അഹങ്കാരം ബാധിക്കും. തമോ ഗുണത്തിലായാലും സത്വഗുണത്തിലായാലും രജോ ഗുണത്തിലായാലും ഏതെങ്കിലും വിധത്തില് സത്വഗുണത്തിലുള്ള അഹങ്കാരമാണെങ്കിൽ പോലും അത് ബന്ധനം തന്നെയാണ്. അപ്പൊ ആ ഒരു ബന്ധനം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയണ്ടാവില്ല. ബന്ധിച്ചു കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അറിയണത് ഇത് ഭഗവാന്റെ കളിയായിരുന്നു എന്നുള്ളത്. അപ്പൊ അത്രയും പരിശുദ്ധമാവാണ്ട് ഭഗവാൻ ഒരിക്കലും ഭഗവാന്റെ പാദങ്ങളുടെ ആശ്രയം നമുക്ക് തരില്ല. കാരണം ആ പാദധൂളികളുടെ അനുഗ്രഹം നമുക്ക് കിട്ടാൻ എന്ന് വെച്ചാൽ അത് അത്രയും വലിയ ഭക്തന്മാർക്ക് മാത്രമാണ് ഭഗവാൻ അങ്ങനെ ഒരു ഭക്തനാവാനുള്ള അനുഗ്രഹം ബലി മഹാരാജാവിന് കിട്ടാൻ കാരണം ഭഗവാന്റെ ബലി മഹാരാജാവിന്റെ മുത്തച്ഛൻ അത്രയും വലിയൊരു ഭക്തനായിരുന്നു. അപ്പൊ ഇവിടെ വന്നിട്ട് ശുക്രാചാര്യര് പറയും, ഈ കുട്ടിയെ വിശ്വസിക്കരുത്, അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട്
നിർത്തിക്കൊള്ളൂ എന്ന് പറയുമ്പോൾ അതാണ് ബലി മഹാരാജാവിന് ഇഷ്ടാവാഞ്ഞത്. കാരണം ഈ 3 അടി മണ്ണ് ചോദിച്ചപ്പോ തരാമെന്ന് വാഗ്ദാനം കൊടുത്തു, ഇരുത്തി കാല് കഴിയിച്ച് ജലം അതതിന് വിധിയാവണ്ണം ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോഴാണ് വന്നിട്ട് പറയുന്നത് ഈ കുട്ടി വിഷ്ണുവാണ് കൊടുക്കരുതെന്ന്. അപ്പൊ ബലി മഹാരാജാവിന് ദേഷ്യം വരാൻ കാരണം എന്താ വെച്ചാൽ ഇവരെല്ലാവരെയും യജ്ഞം ചെയ്യും. യജ്ഞം മുഴുവനും നമ്മൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? ഭഗവാൻ വിഷ്ണുവിനാണ്. വിഷ്ണുവാണ് യജ്ഞപുരുഷൻ. എപ്പോഴും ഭഗവാന് വേണ്ടിയിട്ടാണ് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യണത്. അപ്പോ യജ്ഞം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള അതേ ആള് വന്നിട്ട്, ഗുരുവാണ്, ബ്രാഹ്മണനാണ്, അദ്ദേഹം വന്നിട്ട് പറയുന്നു ഇപ്പോ ഇത് ചെയ്യണ്ട, ദാനം ചെയ്യണ്ട, ഇത് ശരിയല്ല എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, നമുക്കറിയാം 4 പരമ്പര ഉണ്ടെന്ന് അറിയാം അല്ലെ. ഈ 4 പരമ്പരയിൽ ഏതെങ്കിലും ഒരു പരമ്പരയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അങ്ങനെ അല്ലാത്ത പക്ഷം നമ്മൾ ഒരു പരമ്പരയിൽ നിന്നല്ല സ്വീകരിച്ചതെന്നുണ്ടെങ്കിൽ ദീക്ഷ സ്വീകരിക്കലോ ഗുരുവിനെ സ്വീകരിച്ചാലും അതൊരിക്കലും ശരിയാവില്ല. അത് നിഷ്പ്രഭമായി പോകുന്ന പറയണത്. കാരണം എന്താന്ന് വെച്ചാല് സമ്പ്രദായ വിഹീനെ, അതായത് സമ്പ്രദായത്തിൽ നിന്നല്ലാണ്ട് നമ്മള് എന്താ പറയാ ഗുരുവിനെ സ്വീകരിച്ചാല് സമ്പ്രദായ വിഹീനയെ മന്ത്രാസ്തേ നിഷ്ഫല, മന്ത്രങ്ങള് നിഷ്ഫലമായി പോകും. അപ്പൊ ഇവിടെ ശുക്രാചാര്യര് അവിടെ ഓരോരുത്തരുടെയും ക്വാളിറ്റീസും കൂടി ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ശരിക്കും ശുക്രാചാര്യര് ഒരു നല്ല ബ്രാഹ്മണനോ ഒരു ഗുരുശിഷ്യ പരമ്പരയിൽ നിന്ന് വന്നിട്ടുള്ള ആളല്ല. അതുകൊണ്ടാണ് ആ സന്ദർഭം അനുസരിച്ചിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകളെ മാറ്റിയത്. ആദ്യം അദ്ദേഹം തന്നെ സ്വീകരിച്ചിരുത്തി, അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് വിഷ്ണു ആയതുകൊണ്ട് കൊടുക്കരുത് എന്ന്. അപ്പോ മഹാബലിക്ക് അത് ഇഷ്ടാവില്ല. മഹാബലി പറയണത് എന്താ വെച്ചാൽ അങ്ങ് ബ്രാഹ്മണനാണ്, കൊടുത്ത വാക്കിന് അല്ലെങ്കിൽ അങ്ങ് വിഷ്ണുവിന് യജ്ഞം ചെയ്യുന്ന ആളാണ്. ആ സാക്ഷാൽ ശ്രീഹരിയാണ് എന്റെ മുമ്പിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആ ശ്രീഹരി എന്നിൽ നിന്ന് ആഗ്രഹിക്കണു എന്നുണ്ടെങ്കിൽ അതിലും വലിയൊരു മഹാഭാഗ്യം എനിക്ക് എന്താ കിട്ടാനുള്ളത്? അതിനെ അങ്ങ് എന്തിനാണ് വേണ്ടാന്ന് പറയണത്? അതുകൊണ്ട് ഞാൻ അങ്ങയെ തിരസ്കരിക്കുന്നു. അപ്പോ നമ്മൾ അപ്പോഴും വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ യസ്യ പ്രസാദ ഭഗവത് പ്രസാദ യസ്യ അപ്രസാദ നഗതി കുതോബി. അപ്പോ ഇവിടെ ആ ഗുരു പ്രസാദിക്കുന്നില്ല അല്ലെ, ഗുരുവിന് വിഷമം വരിക, ഗുരു ശപിക്കുകയാണ്. അപ്പൊ എന്തായി? അത്രയും ഉണ്ടായ ഐശ്വര്യം മുഴുവനും ബ്രാഹ്മണന്മാരുടെ യജ്ഞത്തിൽ കൂടെ കിട്ടിയതാണ് ബലി മഹാരാജാവിന്. ആ ബലി മഹാരാജാവിന്റെ ഗുരു തന്നെ ബലി മഹാരാജിനെ കൈവിട്ടു. അപ്പോ ഐശ്വര്യം പോയി അവിടെ അല്ലെ. അപ്പൊ അതൊരു കാരണമാണെങ്കിൽ കൂടെ നമ്മളിവിടെ ബലി മഹാരാജാവിനെ നമ്മള് ഒരു മഹാജനത്തിൽ ഒന്നായിട്ടാണ് പറയുന്നത് അല്ലെ. ഒരു മഹാജനം, നമ്മളെ മഹാജനങ്ങളിൽ 12 മഹാജനങ്ങളില് ഒരു മഹാജനാണ് ബലി മഹാരാജെന്ന് യമരാജൻ പറയുന്നുണ്ട്. സ്വയംഭൂർ നാരദ ശംഭു കുമാരോ കപിലോ മനുഹു പ്രഹ്ലാദോ ജനകോ ഭീഷ്മ ബലിർ വയ്യാസകി വയം. ഞാനും ആരാ പറയണത്? ബ്രഹ്മദേവൻ പറയുന്നു. അതിലൊരാളാണ് ബലി. അപ്പൊ എന്തുകൊണ്ട് ബലിയെ മഹാജനത്തിൽ ഒന്നാക്കി എന്നുള്ളതിന്റെ കാരണം കൂടിയാണിത്. കാരണം സ്വന്തം ഗുരുവിന്റെ ശാപം കിട്ടിയിട്ട് പോലും, അല്ലെങ്കിൽ സ്വന്തം ഗുരു കൈവിട്ടിട്ട് പോലും ആ കൊടുത്ത വാക്ക് ഒട്ടും തന്നെ മാറാണ്ട്, അറിയാം മഹാവിഷ്ണുവാണ്, ഭഗവാൻ ശ്രീഹരിയാണ് വന്നിട്ടുള്ളത്, കൃഷ്ണനാണ് വന്നിട്ടുള്ളത്, ആ വിഷ്ണു എൻ്റെ നിന്ന് എല്ലാത്തിനെയും തട്ടിയെടുക്കും, ഞാൻ ഒന്നുമില്ലാത്തവനാവും എന്ന് സ്വയം ബോധിച്ചിട്ട് പോലും അത് കൊടുക്കാനായിട്ട് എന്താ പറയാ ആ മനസ്സ്, അത് ആ സമർപ്പണം, ഭഗവാനെ എല്ലാം സമർപ്പിക്കാനുള്ള ആ മനസ്സ്. അപ്പോ ബലി എന്ത് പറയും? ഞാന് ഇത് ചെയ്യാം, എനിക്കത് ചെയ്യണത് ഇഷ്ടമാണ്. അങ്ങനെ ആ ഭഗവാനോട് പറയാണ് അങ്ങ് എടുത്തോളൂ 3 അടി മണ്ണ്. അപ്പൊ ആദ്യം പറയുന്നുണ്ട് കുട്ടിയാണ്, ഈ 3 അടി മണ്ണുകൊണ്ട് എന്താ ആവണത്, അത് കുറച്ചും കൂടെ ചോദിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ കുട്ടി എന്താ പറയണത്? എനിക്ക് 3 അടി മണ്ണ് മതി, ആ 3 അടി മണ്ണ് നീ തന്നാ മതി, അതാണ് പറയണത്. ഈ 3 അടി മണ്ണ് തരാൻ സാധിച്ചാൽ മതി. അപ്പോ നമ്മൾക്ക് മനസ്സിലാവണില്ലല്ലോ എന്തായിരിക്കും ആ കുട്ടി ഉദ്ദേശിച്ചതെന്ന്. അങ്ങനെ എന്താ ചെയ്യണത്? ദാനം ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. അതോടുകൂടെ അവിടെ നിന്ന് ആ ത്രിവിക്രമ രൂപം കൊണ്ട് എടുക്കുകയാണ്. ഈ 3 ലോകങ്ങളും ആ ചെറിയ പടു എന്താ പറയാ ആയിട്ട് വന്നിട്ട് ഒരു എന്താ പറയാ ഈ ലോകം മുഴുവനും നമുക്കൊന്ന് ഊഹിക്കാൻ പറ്റാത്ത ആ ഒരു രൂപത്തെ അങ്ങോട്ട് കൈക്കൊള്ളുകയാണ്. ആ രൂപം അങ്ങോട്ട് കൈക്കൊണ്ടപ്പോ തന്നെ മനസ്സിലായി ബലി മഹാരാജാവിന് എന്റെ ഒരു സൗഭാഗ്യം. അപ്പോഴും അങ്ങനെയാ ചിന്തിച്ചത്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുമ്പോഴും എനിക്കൊരു
ഇത് കിട്ടിയല്ലോ, ഭഗവാനെ സേവിക്കാനുള്ള ഒരു അവസരം കിട്ടിയല്ലോ, എനിക്കും ഭഗവാന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ എന്ന് വിചാരിക്കുക. അപ്പോഴും ശുക്രാചാര്യര് പറയണ്ട് ഇതിൽ നിന്ന് പിന്മാറൂ. അപ്പൊ ശുക്രാചാര്യ നമ്മളെ പറയുന്നുണ്ട് ബ്രാഹ്മണരുടെ ക്വാളിറ്റിയാണ് പഠനം, പാഠനം, യജനം, യാചനം, ദാനം, പ്രതിഗ്രഹ. അതായത് പഠിക്കുക, പഠിപ്പിക്കുക, ഭിക്ഷ എടുക്കുക, ഭിക്ഷ കൊടുക്കുക, ദാനം, കിട്ടുന്ന ദാനത്തിൽ നിന്ന് നമ്മളും അതിനനുസരിച്ചിട്ട് ദാനം ചെയ്യുക. അപ്പൊ ഈ വക കാര്യങ്ങളെല്ലാം വേണം ഒരു ബ്രാഹ്മണൻ. ആ ക്വാളിറ്റീസ് ഒന്നും ശുക്രാചാര്യരിൽ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ശുക്രാചാര്യർ അങ്ങനെ വന്ന് പറയില്ല അല്ലെ. അപ്പോ ആ സമയത്ത് മഹാബലി ആ രൂപം കാണാണ്. അങ്ങനെ ആ രൂപം അങ്ങനെ പൊങ്ങിയിട്ടാണ് കമണ്ഡലുവിന്റെ അവിടെ വരെ ബ്രഹ്മാവിന്റെ ലോകത്തെത്തുമ്പോഴും ബ്രഹ്മാവും ദേവന്മാരും പേടിക്കുകയാണ്. ഭഗവാന്റെ തൃപ്പാദങ്ങളല്ലേ എത്തിയിട്ടുള്ളത്. അങ്ങനെ തന്നെ അവിടെ വെച്ചിട്ട് അവര് പൂജ ചെയ്യാണ്. കമണ്ഡലുവിലെ ജലം എടുത്തിട്ട് ആ ജലം അങ്ങനെ ഗംഗയായിട്ട് പരമശിവന്റെ ജടയിലേക്ക് എടുക്കുകയാണ്. അപ്പൊ ആ ഗംഗ ഇതിലാണ് നമ്മളറിയാം സാഗരപുത്രന്മാർക്കെല്ലാം മോക്ഷം കിട്ടിയതൊക്കെ ഗംഗയില് കുളിച്ചിട്ടൊക്കെയാണ് അല്ലെ. അപ്പോ അങ്ങനെ വന്നിട്ടുള്ള ആ ഗംഗാദേവി അത്രയും പരിശുദ്ധമാണ്. കാരണം ഭഗവാന്റെ കാലിന്റെ പാദങ്ങളിൽ നിന്നാണ് വരുന്നത്. അപ്പൊ സമസ്ത ബ്രഹ്മാണ്ടങ്ങളും ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കാണ്. കാരണം എന്താ, ഭഗവാൻ അത്രയ്ക്ക് അങ്ങോട്ട് വലിയൊരു രൂപമായിട്ട് വരികയാണ്. പക്ഷെ ഇവിടെ ദാനം കൊടുക്കാൻ ശരിക്കും പറഞ്ഞാൽ ബലി മഹാരാജാവിന് അധികാരമില്ല. കാരണം എന്താ, ഈ സമസ്ത ബ്രഹ്മാണ്ടങ്ങൾ, എല്ലാ ബ്രഹ്മാണ്ടങ്ങളും ആരുടെയാണ്? ഭഗവാന്റെയാണ്. പക്ഷെ നമ്മൾ എന്താ വിചാരിക്കുന്നത്, ചെറിയൊരു വീട് വെച്ചാലും വലിയൊരു വീട് വെച്ചാലും ചെറിയ കാറോ വലിയ കാറോ എന്തോ ആവട്ടെ, നമ്മൾ എന്താ പറയാ, ഇത് എന്റെ, ഇത് ഞാനാണ് ഇതിന്റെ ഉടമസ്ഥൻ, ഞാനാണ് ഇതിന്റെ ഉത്തരവാദി, എല്ലാത്തിന്റെയും ഉടമസ്ഥാവകാശം നമ്മൾ അങ്ങോട്ട് എടുക്കും അല്ലെ. ഭഗവാൻ അവിടെ യാതൊരു പങ്കുമില്ല. തരാൻ വേണ്ടി മാത്രം നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് ഭഗവാനെ ഞാൻ ഇന്ന ദിവസം ആ കാറ് മേടിക്കുന്നോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന ദിവസം പരീക്ഷയ്ക്ക് പോവാണ്, എന്നെ കാത്തോളണം കേട്ടോ, അത്രേ ഭഗവാന് നമ്മൾ കൊടുക്കണുള്ള ഒരു ഇതായിട്ടല്ലേ. അവിടെ ചെന്ന് കാര്യങ്ങൾക്ക് വേണ്ടി ചെല്ലുക, വരിക, അത് കഴിഞ്ഞാൽ നമ്മളെല്ലാം അതിന്റെ ഉടമസ്ഥ. ഞാൻ പഠിച്ചിട്ട് ഞാൻ ജയിച്ചു, അപ്പൊ അവിടെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണില്ല. അല്ല, ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചുകൊണ്ട് ഞാനൊരു വീട് വെച്ചു, അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് ഈ സ്വത്തുക്കൾ മുഴുവനും, എല്ലാം ഞാനാണ് ചെയ്തത്. പക്ഷെ ആ ഞാൻ എന്ന് പറയണത് ഭഗവാൻ സ്വയം നമ്മൾക്ക് തന്ന അനുഗ്രഹമാണെന്ന് നമ്മളിൽ ആർക്കും ആ ഒരു ബോധം വരണില്ല. പക്ഷെ കേട്ട് എപ്പോഴെങ്കിലും നമുക്ക് അതിന്റെ ഒരു അനുഗ്രഹം ഭഗവാൻ തരും എന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ അങ്ങനെ 3 അടി മണ്ണ് ചോദിച്ചിട്ട് 2 അടി അളന്നു കഴിഞ്ഞു. ഒറ്റയടിക്ക് 2 അടി മണ്ണില് കഴിഞ്ഞിട്ട് ചെറിയ രൂപമാവുകയാണ്. ആ ചെറിയ രൂപമായി കഴിഞ്ഞിട്ട് ചോദിക്കും, ഇനി എനിക്ക് എന്താ ഉള്ളതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ എന്താ ചോദിക്കുക, എന്താ കൊടുക്കാനുള്ള? എല്ലാം ഭഗവാന്റെയാണ്. കാരണം ഈ ത്രിലോകങ്ങളുടെ അധിപനായിരുന്നു ആരാണ്? ബലി അല്ലെ. അപ്പൊ ആ ബലി മഹാരാജാവിന് ഇനിയൊന്നും ഇല്ല കൊടുക്കാൻ. പക്ഷേ ഭഗവാൻ എന്തിനാ അത് ചെയ്തത്? ഭഗവാൻ അത്രയും ഇഷ്ടമാണ് ബലി മഹാരാജാവിന്. കാരണം ഒന്ന് പ്രഹ്ലാദന്റെ പുത്രനാണ്, പിന്നെ കുറെ ഭഗവാൻ അധിക്ഷേപിക്കും. നീ എനിക്ക് അത് തരാം ഇത് തരാന്ന് പറഞ്ഞിട്ട് നീ എന്താ ഇത് ചെയ്തത്? 2 അടി മണ്ണിൽ നിർത്തിയോ? എനിക്ക് 3 അടി മണ്ണ് വേണമെന്നല്ലേ പറഞ്ഞേ? ഇങ്ങനെയാണോ വാക്ക് പാലിക്കേണ്ടത്? ഇതാണോ ഒരു രാജാവ് ചെയ്യേണ്ടത് എന്നൊക്കെ പാവം കളിയാക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടും മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ ഇത് ചിന്തിക്കുമ്പോൾ ഗരുഡന് മനസ്സിലാവും ഭഗവാൻ ഇങ്ങനെ ബലി അത്രയും താഴ്ത്തണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്ന്. അങ്ങനെ വരുണ പാശം കൊണ്ട് കെട്ടുന്ന പറയുന്നത്. ആ വരുണ പാശം കൊണ്ട് കെട്ടിയിട്ട് മിണ്ടാണ്ട് ബലി മഹാരാജ അപ്പോഴും അക്ഷോഭ്യനായിട്ട് നിന്നു. ഒരു തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള എന്താ പറയാ വ്യത്യാസം ആ മുഖഭാവത്തിലോ ആ ചിന്തയിലോ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അവിടെ നിന്നത് ഭഗവാന്റെ കരുണ. ഭഗവാൻ എന്താ അപ്പൊ ബലി മഹാരാജാവിന്റെ മനസ്സിൽ കൂടെ പോയത് എന്താന്ന് വെച്ചാല്, ഈ സമയം ഇനി എനിക്ക് ഇതില്ല, ശക്തിയില്ല. കാരണം എന്നെ ഭഗവാൻ അനുഗ്രഹിച്ചിരുന്നു ഒരു സമയത്ത്, അപ്പോൾ ഞാൻ എല്ലാം നേടി. ഇപ്പൊ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടെ തന്നെ, അപ്പോഴും അങ്ങനെയാണ് ചിന്തിച്ചത്. ഭഗവാന്റെ അനുഗ്രഹം ഇല്ല എന്നല്ല വിചാരിക്കണേ, ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടെ തന്നെ എന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ ഭഗവാൻ ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ അതിനെ സ്വീകരിക്കുന്നു. അങ്ങനെ തന്നെ ആ തലയിലെ കിരീടം എടുത്ത് മാറ്റി വെച്ചിട്ട് തല കുമ്പിട്ട് കൊടുക്കുകയാണ്. ഭഗവാനെ, ഇനി എനിക്ക് തരാനുള്ളത് ഈ ശരീരം മാത്രമേ ഉള്ളൂ അല്ലെ, അത് മാത്രം ഇപ്പോ എന്റെ എന്ന് പറഞ്ഞ് എനിക്ക് വയ്ക്കാനുള്ളൂ. അതും എന്റെ അല്ല, എന്നാലും ഇതങ്ങ് സ്വീകരിച്ചാലും എന്ന് പറഞ്ഞിട്ട് അവിടെ തല കുമ്പിട്ട് കൊടുക്കും. ആ തല കുമ്പിട്ട് കൊടുക്കുമ്പോ ഭഗവാൻ അറിയാം ഭഗവാൻ കുറച്ചധികമാണ് ചെയ്യണതെന്നും ഭഗവാൻ അറിയാം.
അപ്പൊ ഭഗവാന്റെ കൂടെ നിന്ന് ദേവന്മാര് ചോദിക്കണ്ടേ, എന്തിനാ ബ്രഹ്മാവാണ് ചോദിക്കുന്നത്, സോറി, ബ്രഹ്മാവ് ചോദിക്കണ്ടേ എന്തിനാണ് വരുണപാശത്തിൽ കെട്ടിയിട്ടേക്കണ, മാറ്റിക്കൂടെ എന്ന് ചോദിക്കുമ്പോ പറയാണ്, അത്രയും എനിക്ക് ഇഷ്ടമാണ് ബലി മഹാരാജാവിന്. കാരണം എന്താന്ന് വെച്ചാല് ബലി അതിന് യോഗ്യനാണ്. അപ്പൊ ആ ബലിയുടെ എല്ലാ അഹങ്കാരവും തീർത്തിട്ട് വേണം എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കാനായിട്ട്. അപ്പൊ ഞാൻ എന്നുള്ള ഒരു ലേശഭാവം പോലും ആ മനസ്സിലുണ്ടാവരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തതെന്നാ പറയണത്. അങ്ങനെ തന്നെ ആ വരുണപാശം കൊടുത്ത് ആ തലയില് ഭഗവാൻ അനുഗ്രഹിച്ചു. അങ്ങനെയും ദീക്ഷ കൊടുക്കാന്ന് പറയും. നമ്മൾ പലതരത്തിലുള്ള ദീക്ഷ കൊടുക്കണേല് പാദങ്ങളിൽ കൂടെ നമ്മൾക്ക് ഭഗവാന്റെ ഇത് ചെയ്യാന്ന് പറയണ, എന്താ പറയുക, ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയാ, അതീന്ദ്രിയമായിട്ടുള്ള ജ്ഞാനം. അങ്ങനെ ഭഗവാൻ അസുരനായിട്ട് ജനിച്ച ആ ചക്രവർത്തിക്ക്, ആ ബലി ചക്രവർത്തിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്തു. എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്തപ്പോഴും അപ്പോഴും അക്ഷോഭ്യനായിട്ട് തന്നെ നിന്നു എന്നാ പറഞ്ഞത്. കാരണം എന്തുകൊണ്ടാണ് ഭഗവാൻ അത്ര ഇഷ്ടമായതെന്ന് വെച്ചാൽ, ഇത് ബലിയാണ്, ഇത് ഞാനാണ് വന്നതെന്നും ഞാൻ ഇതെല്ലാം തട്ടിക്കൊണ്ടു പോകുമെന്ന് അറിഞ്ഞിട്ടും ആ സത്യത്തിന് യാതൊരു തരത്തിലുള്ള ഭംഗവും വരുത്തില്ല അല്ലെ. ആ സത്യം ചെയ്തതിനെ കാത്തു സൂക്ഷിക്കാനായിട്ട് അത്രയും അധികം എല്ലാം പോയിട്ടും ആ ഭഗവാനോടുള്ള ഭക്തി വിടുകയാവട്ടെ, ആ സത്യത്തിന് വിടുകയാവട്ടെ ചെയ്തില്ല. നമ്മൾ നവവിധ ഭക്തി പഠിച്ചിട്ടുണ്ട്. ആ നവവിധ ഭക്തിയിലെ അവസാനം പറയണ്ടല്ലേ, അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. ആത്മാവിനെയും കൂടെ ഭഗവാനും കൂടെ കൊടുത്തു. ഇനി ഒന്നും വേണ്ട, ഞാനായിട്ടിനി എനിക്ക് അത്രയും നമ്മൾക്ക് പഠിക്കാനുണ്ട് ബലി മഹാരാജാവിൽ നിന്ന്. ഒരു അസുരനായിട്ട് ജനിച്ചു എന്നുണ്ടെങ്കിലും ആ അസുരന്റെ ക്വാളിറ്റീസ് എല്ലാം കാണിക്കും. ആ അസുരൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഉള്ളിലെ അഹങ്കാരം തന്നെയാണ്. ആ അഹങ്കാരം ഒന്നും ഇല്ലാണ്ട് ഇപ്പൊ നമ്മൾ കൃഷ്ണാവബോധത്തിൽ ഇരുന്നാലും ഭഗവാന്റെ സേവ ചെയ്യുമ്പോഴും എനിക്ക് നന്നായിട്ട് മാല കെട്ടാൻ അറിയാം, എനിക്ക് നന്നായിട്ട് പാട്ട് പാടാൻ അറിയാം, എനിക്ക് ഭഗവാന്റെ സേവ ഞാൻ ചെയ്താൽ നന്നാവുണ്ട്, ഞാൻ മാത്രമേ ശരിക്കും ചെയ്യുള്ളൂ എന്നുള്ള ചിന്തയും അഹങ്കാരം തന്നെയാണ്. അപ്പോ അതും എല്ലാത്തും ഇപ്പൊ നമ്മൾ ഹരിദാസ് ഠാക്കൂറിനെയൊക്കെയാണ് നമ്മൾ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് എടുക്കേണ്ടത് അല്ലെ. ഹരിദാസ് ഠാക്കൂർ 3 ലക്ഷം ജപിച്ചിട്ട് പോലും അദ്ദേഹത്തിന് അതും ഭഗവാനെ സമർപ്പിക്കുക. അതേപോലെ തന്നെ സനാതന ഗോസ്വാമി, രൂപ ഗോസ്വാമി, എത്രയോ വലിയ വലിയ പൊസിഷനിൽ ഇരുന്ന ആൾക്കാർ, അവർക്ക് ആർക്കു പോലും ആ പൊസിഷൻ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഭഗവാന്റെ ഭഗവാന്റെ സേവ ചെയ്യാനായിട്ട് അവർക്ക് ഒരു വിഷമം ഉണ്ടായില്ല. വെറും ഒരു ചെറിയ ഒരു മുണ്ട് മാത്രം കൊടുത്തിട്ടാണ് അവര് എല്ലാ കാര്യങ്ങളും ചെയ്തത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, സനാതന ഗോസ്വാമിക്ക് കയ്യിൽ നല്ലൊരു ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ള ഒരു വില കൂടിയൊരു ബ്ലാങ്കറ്റ് ആണ്. അപ്പോ ചൈതന്യ മഹാപ്രഭു കാണുമ്പോ ചോദിക്കും, അല്ല പ്രഭു ഒന്നും ചോദിക്കില്ല, മഹാപ്രഭു ഒന്നും ചോദിക്കില്ല. അപ്പൊ ഇങ്ങനെ ഈ ബ്ലാങ്കറ്റ് പൊതിച്ചു വരുമ്പോ മഹാപ്രഭു ഒന്ന് നോക്കും, ശരിക്കും ഒന്ന് നോക്കും. കാരണം അതിനോടും ഒരു അറ്റാച്ച്മെന്റ്, എല്ലാം ഉപേക്ഷിച്ച ആളാണല്ലോ. അപ്പൊ ഈ ഇത്രയും വില കൂടിയ ഒരു സാധനത്തിനോടും ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടോ എന്നുള്ളതാണ് നോക്കിയപ്പോ. അത് മനസ്സിലാക്കിയ സനാതന ഗോസ്വാമി എന്ത് ചെയ്തു, അദ്ദേഹം ആ ബ്ലാങ്കറ്റ് അവിടെ ഒരു അലക്കുകാരനൊക്കെ ഉണ്ടായിരുന്നു, ആ അലക്കുകാരന്റെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് അലക്കുകാരന്റെ കയ്യിൽ ഒരു കീറി പറഞ്ഞ പഴയ ഒരു ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്നു, അത് ഉപയോഗിക്കുക ചെയ്യണം, അത് സ്വീകരിക്കുക. അപ്പോ അത്രത്തോളം കൂടെ അവരുടെ മനസ്സില് അഹം എന്ന ഭാവം ഉണ്ടായിരുന്നില്ല. ആ ഒരു ചിന്തയിലൊക്കെ വരികയാണ്. കൃഷ്ണാവബോധത്തില് നമ്മളെല്ലൊക്കെ എത്ര പേർക്ക് അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാവും എന്നുള്ളത് ഞാനാട്ടോ പറയണേ. എല്ലാത്തിനും നമുക്ക് ഒരു ചിട്ടയൊക്കെ ഉണ്ട്, നമ്മൾ ഇങ്ങനെയൊക്കെ ഡ്രസ് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മള് സംസാരിക്കും, ഇങ്ങനെയൊക്കെ നമ്മൾ പോവുള്ളൂ ഒക്കെ. എല്ലാത്തിനും നമ്മൾ ഓരോരോ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ കണ്ടീഷൻസിനെല്ലാം മാറി ഭഗവാൻ മാത്രം മതി എനിക്ക് എന്നുള്ള ആ ഒരു ഇതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ കാരുണ്യം ഇല്ലാണ്ട് പറ്റില്ല. അപ്പൊ ഇവിടെ ഭഗവാൻ അത്രയും കരുണ കാണിച്ചു. അപ്പൊ മഹാരാജാവ് ചിന്തിക്കണ്ട്, ശരിക്കും പറഞ്ഞാൽ അസുരന്മാര് നമ്മൾ ഭഗവാന്റെ ശത്രുക്കളല്ല. അവരുടെ കൂടെ ഭഗവാൻ അത്രയും സ്നേഹമുള്ളത് കൊണ്ടാണ് ഹിരണ്യാക്ഷനെ ആയാലും ഹിരണ്യകശിപുവിനെ ആയാലും ഒക്കെ ഭഗവാൻ മോക്ഷം കൊടുത്തത്. അതേപോലെ തന്നെ പ്രഹ്ലാദ് മഹാരാജാവിനെ മടിയിലിരുത്തിയിട്ടാണ് നരസിംഹ ഭഗവാൻ എന്താ പറയാ താലോലിച്ചത് അല്ലെ. അപ്പൊ അത്രയും ആ പ്രഹ്ലാദ മഹാരാജാവിന്റെ കൊച്ചുപുത്രനായ വൈരോചന എന്നാണ് പറയാ, വിരോചനന്റെ പുത്രനായ ബലിക്ക് അത്രയും അധികം അനുഗ്രഹം കൊടുക്കുക ചെയ്യണേ ഭഗവാൻ. എന്നിട്ട് ഭഗവാൻ എന്താ ചെയ്യണേന്ന് വെച്ചാല് ബലിയോട് പറയും. അപ്പൊ ഈ ഇത്രയും എല്ലാം ഭഗവാന് വേണ്ടിയിട്ട് ചെയ്തില്ല. അപ്പൊ ബലിയിടുക നമ്മൾ പറയില്ലേ സാധാരണ, ബലിയിടുക എന്ന് പറഞ്ഞാൽ നമ്മൾ സമർപ്പിക്കുക എന്നാണ്. അപ്പൊ നമ്മൾ പിതൃക്കൾക്ക് സമർപ്പിക്കുന്നുണ്ട് അല്ലെ, ബലി സമർപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഭഗവാൻ
വേണ്ടിയിട്ട് സ്വയം സമർപ്പിച്ചതാണ് ഇവിടെ ബലിര മഹാരാജാവ്. അപ്പൊ ഈ സമസ്ത ലോകങ്ങളിലുമുള്ള ആ ത്രിവിക്രമന്റെ എന്തുകൊണ്ടാണ് ബലി മഹാരാജാവ് അത് അർപ്പിക്കാൻ കാരണം എന്ന് വെച്ചാൽ, നമുക്കറിയാം ഭഗവാന്റെ വിരാട് സ്വരൂപം എന്ന് പറയുമ്പോൾ, ഈ വിരാട് സ്വരൂപം എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവനും ഭഗവാനിലുണ്ട്. അത് ഭഗവാനിൽ കാണാൻ സാധിക്കുന്നുണ്ട് മഹാബലിക്ക്. അപ്പോഴാണ് മനസ്സിലാവണത് ഇതൊന്നും എന്റെ അല്ല, ഈ നദികൾ എന്ന് പറയണതും ഈ എന്താ പറയാ തലമുടി എന്ന് പറയണതും ഈ ശരീരം എന്ന് പറയുന്നത് എല്ലാം ഭഗവാന്റെ ആ വിരാട് സ്വരൂപത്തിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവാണ്. പിന്നെ ഇനി ഞാൻ എന്റേന്ന് പറയാൻ എന്താ ഉള്ളത്, അല്ലെ? എന്റേന്ന് പറയാൻ ഒന്നുമില്ല. അങ്ങനെ തന്നെ സ്വയം സമർപ്പിക്കുകയാണ്. പക്ഷെ ഇവിടെ സത്യത്തിൽ നിന്ന് ഒരു തരി പോലും വിട്ടു നിൽക്കാണ്ട് അങ്ങനെ സമർപ്പിച്ചതുകൊണ്ട് ഭഗവാൻ എന്ത് പറയും, അടുത്ത മന്വന്തരത്തില് ഇന്ദ്രനായിട്ട് ഞാൻ ബലിയെ വൈരോചനനെ ഇരുത്താമെന്നും, അത് മാത്രമല്ല ഭഗവാൻ തന്നെ കാവലായിട്ട് എപ്പോഴും ഉണ്ടാവും എന്ന് പറയാൻ അനുഗ്രഹിക്കുന്നു. ആ ഇത്രയും വലിയ ഒരു ആത്മബലി കൊടുത്ത അല്ലെ ഭഗവാൻ, ആത്മസമർപ്പണം ചെയ്ത ആളായതുകൊണ്ട് ബലിയെ എന്ത് പറയും, മഹാബലി എന്ന് പറയാണ്. അങ്ങനെയാണ് മഹാബലി എന്നുള്ള ചക്രവർത്തി എന്നുള്ള പേര് ഭഗവാൻ കൊടുത്തത് തന്നെയാണ്. അങ്ങനെ വാമനാവതാരത്തിന്റെ ഉദ്ദേശം അതായിരുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീല പ്രഭുപാദ് കി ജയ്, ശ്രീല ഗുരുദേവ് കി ജയ്. നിതായ ഗൗര പ്രമാനന്ദേ ഹരി ഹരി ബോൾ. വഞ്ചകൽപതരൂപേശ്ച കൃപാ സിന്ധുദേവച പരിധാനാം ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. വളരെ നന്നായിരുന്നു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. മാതാജി, അപ്പൊ ഈ മഹാബലിയെ ഇപ്പൊ നമ്മൾ പൊതുവെ കേട്ടുള്ളത് നല്ല ആളായിരുന്നു അങ്ങനെ. അപ്പൊ പിന്നെ ഭഗവാൻ ഇങ്ങനെ ഒരു അവതാരം എടുത്ത് ഇങ്ങനെ ചവിട്ടിത്താക്കാൻ അതെന്ത് കാരണം? പറഞ്ഞല്ലോ, മഹാബലി നല്ല ആളല്ലാഞ്ഞിട്ടല്ലായിരുന്നു. കാരണം പ്രഹ്ലാദന്റെ കൊച്ചുമോനാണല്ലോ. പക്ഷെ അഹങ്കാരം എല്ലാ ലോകങ്ങളും, ഇന്ദ്രന്റെ ലോകങ്ങളൊക്കെ ദേവന്മാരെ ഓടിക്കുക അതൊക്കെ തെറ്റല്ലേ? ഇത്രയും വലിയ ഒരു എന്താ പറയാ, ഞാൻ സ്വയം എന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ള ആ ഒരു അഹങ്കാരം കൊണ്ട് വന്നപ്പോഴാണല്ലോ ഇന്ദ്രനെയൊക്കെ പുറത്താക്കിയിട്ട് ഇന്ദ്രലോകമൊക്കെ കീഴടക്കിയത്. അപ്പോ ആ ഒരു ഇന്ദ്രനെല്ലാം അവരുടെ വീട്ടിൽ നിന്ന് അതായത് അവരുടെ സ്ഥലങ്ങളിൽ നിന്ന് പുറത്താക്കിയിട്ട് അവരെ ഒളിച്ചിരിക്കേണ്ട വന്നു. അപ്പോ ഒരു അസുര സ്വഭാവം അവിടെ കാണിച്ചിട്ടുണ്ട് മഹാബലി. ഹരേ കൃഷ്ണ. മഹാബലിയുടെ പേരെന്തുവരുന്നു അതുകൊണ്ടൊന്നും പറയും ഒന്നുകൂടെ? വൈരോചനൻ. അത് വിരോചനന്റെ പുത്രനായതുകൊണ്ട് വൈരോചനൻ എന്ന് പറയുന്നു. വിരോചനൻ എന്ന് പറഞ്ഞതാണ് മഹാബലിയുടെ അച്ഛൻ, അതായത് പ്രഹ്ലാദന്റെ മകൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഐശ്വര്യ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. മാതാജി നല്ല ഫ്ലോയിലങ്ങ് പോയി മാതാജി. ഞാൻ ആദ്യം കുറച്ച് മിസ് ചെയ്തു, പക്ഷേ അതിനുശേഷം കേട്ടപ്പോ ഭയങ്കര എന്താ പറയാ, വാമനദേവനെ പറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ക്ലാസ് നല്ല സ്പെഷ്യൽ ആയിരുന്നു മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഭഗവാന്റെ കാര്യത്തെ പറ്റി കേൾക്കുമ്പോ എപ്പോഴും നമുക്ക് അങ്ങനെയല്ലേ തോന്നുള്ളൂ, എത്ര കേട്ടാലും അങ്ങനെ തന്നെ തോന്നുള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ രാമ. താങ്ക് യു മാതാജി. അനന്തകോടി വൈഷ്ണവൃന്ദ കി ജയ്, ശ്രീല പ്രഭുപാദ് കി ജയ്, ശ്രീല ഗുരുദേവ് കി ജയ്. നിതായ ഗൗര പ്രമാനന്ദേ ഹരി. ഹരേ കൃഷ്ണ. വളരെ നന്നായിരുന്നു മാതാജി. മാതാജി. ഭഗവാന്റെ അനുഗ്രഹമല്ലേ മാതാജി ഇതെല്ലാം, നമുക്കിത് കേൾക്കാനും പറയാനും ഒക്കെ സാധിക്കുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
മാതാജി നിർത്തല്ലേ? ക്ലോസ് ചെയ്യട്ടെ മാതാജി. ആ ക്ലോസ് ചെയ്തേ. ഹരേ താങ്ക് യു. കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു.